portrayal of faith, love, and dedication inspired by the life of Saint Luke, the beloved evangelist and healer. The students of the Catechism Department of Queen of Rosary Church will take you on a journey of hope and divine purpose. സിറിയയിലെ അന്ത്യോക്യയിൽ വിജാതീയ മാതാപിതാക്കൾക്ക് ജനിച്ച് 4 സുവിശേഷകന്മാരിൽ ഒരാളും അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ ഗ്രന്ഥകർത്താവും വിശുദ്ധ പൗലോസ്ലീഹായുടെ സന്തത സഹചാരിയുമായിരുന്നു വിശുദ്ധ ലൂക്ക. പാരമ്പര്യങ്ങളെ വിശ്വസ്തയോടെ പുനരവതരിപ്പിക്കുക മാത്രമല്ല, തന്റെ അനുഭവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു ക്രിസ്തു ദർശനത്തെ സ്വന്തം വീക്ഷണത്തിന് യോജിച്ച വിധം അദ്ദേഹം ക്രമപ്പെടുത്തി. ഉന്നത വിദ്യാഭ്യാസം നേടിയ ലൂക്ക അന്നാട്ടിലെ പ്രശസ്തനായ വൈദ്യനും ചിത്രകാരനും ആയിരുന്നു. 4 സുവിശേഷകരിൽ യഹൂദനല്ലാത്ത ഏക വിജാതീയനായിരുന്നു ലൂക്ക. വിജാതീയരുടെ ഇടയിലേക്ക് വളർന്നു വികസിച്ചു കൊണ്ടിരുന്ന സഭയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ മറ്റാരെക്കാളും വിശുദ്ധ ലൂക്കായ്ക്ക് കഴിഞ്ഞു. ക്രിസ്തുവിനെ കുറിച്ചുള്ള ലൂക്കായുടെ വീക്ഷണം അദ്ദേഹത്തിന്റെ സുവിശേഷത്തിലെ 6 അത്ഭുതങ്ങളിലും 18ഓളം ഉപമകളിലുമായി കാണാവുന്നതാണ്. ലൂക്ക സാമൂഹിക നീതിയുടെയും പാവപ്പെട്ടവരുടെയും സുവിശേഷകനായിരുന്നു. ലാസറിന്റെയും അവനെ അവഗണിച്ച ധനികന്റെയും കഥ നമ്മോട് പറഞ്ഞത് ലൂക്കയാണ്. ധൂർത്തപുത്രന്റെ ഉപമയും കാണാതായ ആടിന്റെ ഉപമയും നാണയത്തിന്റെ ഉപമയും ഉദ്ധരിച്ചുകൊണ്ട് കരുണയുള്ള പിതാവിന്റെ ചിത്രം വിശ്വാസികളുടെ മനസ്സിൽ കോറിയിട്ടതും ഈ സുവിശേഷകൻ തന്നെയാണ്. സ്നാപക യോഹന്നാന്റെ ജനനത്തെ സംബന്ധിച്ച് ദേവാലയത്തിൽ വച്ചുണ്ടായ അറിയിപ്പോടെ വിശുദ്ധ ലൂക്ക സുവിശേഷം ആരംഭിക്കുന്നു. ഭാഗം 1. ബാല്യകാല സുവിശേഷം. വിശുദ്ധയുടെ ഗണത്തിൽ സക്കറിയ എന്ന ഒരു പുരോഹിതനുണ്ടായിരുന്നു. അഹറോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവന്റെ ഭാര്യ. അവർ ദൈവത്തിന്റെ മുൻപിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരും ആയിരുന്നു. തന്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തവേ പൗരോഹിത്യ വിധി പ്രകാരം കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപമർപ്പിക്കാൻ സക്കറിയായ്ക്ക് കുറി വീണു. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതുവശത്ത് പ്രത്യക്ഷപ്പെട്ടു. സക്കറിയ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. അനേകർ അവന്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. ഞാൻ ഇത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കഴിഞ്ഞവളാണ്. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചത് കൊണ്ട് നീ മൂകനായിത്തീരും. ഇവ സംഭവിക്കുന്നത് വരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. ദേവാലയത്തിന് പുറത്തു വന്ന സക്കറിയായ്ക്ക് ആരോടും സംസാരിക്കാൻ കഴിഞ്ഞില്ല. തന്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി. താമസിക്കാതെ അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു.
യേശുവിന്റെ ജനനത്തെക്കുറിച്ച് അറിയിപ്പ്. ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടി. മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിൽ മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ.